കുഞ്ഞിന് വായുണ്ടോ? വായ്ക്കേറിയ ദൈവം ഇരയും നൽകും. നിറമാറു ചുരത്തും മുമ്പേ, പേറ്റുനോവണയും മുമ്പേ, ചോരക്കിടാവിനെ വഴിയിലുപേക്ഷിച്ച് കാന്തന്റെ പിന്നാലെ നടന്നൊരമ്മ, പന്തീരു കുലത്തിനെ പെറ്റൊരമ്മ. അന്നൊരു നാളിൽ നിളയുടെ തീരത്ത് ഒഴുകിയെടുത്തൊരു പെട്ടകത്തിൽ ഏഴഴകുള്ളൊരു പെൺകുഞ്ഞ് ആ കാഴ്ച കണ്ടു. നരിപ്പറ്റ മനയിലെ അന്തർജനം. പിഞ്ചിളം പൈതലെ നെഞ്ചോടു ചേർത്തു നരിപ്പറ്റ മനയിൽ കൊണ്ടുപോയി. തലയിലും വയ്ക്കാതെ താഴത്തും വയ്ക്കാതെ കണ്ണിനു കണ്ണായി വളർത്തിയവർ. പഞ്ചമി ചന്ദ്രന്റെ ചേലുമായി പഞ്ചമി പെണ്ണ് വളർന്നു വന്നു. ശ്രേഷ്ഠനാം വരരുചി ഒരു നാൾ നരിപ്പറ്റ മനയിൽ അതിഥിയായി. ആതിഥ്യമേകുവാൻ മുന്നിൽ വന്ന പഞ്ചമിയെ കണ്ടു മോഹിച്ചു വരരുചി. അവളെ വേളിയായി സ്വീകരിച്ചു. നരിപ്പറ്റ മന വിട്ട് പഞ്ചമിയെന്ന് കാന്തന്റെ പിന്നാലെ യാത്രയായി. ദേശങ്ങൾ തോറും യാത്രയായി. കാലമേനി പക്ഷി ചൊല്ലിയ കഥയിലെ പറയി ഇന്നുതൽ പ്രിയതമയോ. വിധിതൻ നിയോഗം തളർത്തിയ മനസ്സ് വിധിയോട് പൊരുതുവാൻ പടയൊരുക്കി. നാളേറെ കഴിഞ്ഞപ്പോൾ പഞ്ചമിയന്ന് കടിഞ്ഞൂൽ കുരുന്നിന് ജന്മമേകി. മാറോടു ചേർത്തു പാലൂട്ടാൻ നോക്കവേ ക്രൂരമായെത്തി വരരുചി വാക്കുകൾ. കുഞ്ഞിന് വായുണ്ടോ? വായ്ക്കേറിയ ദൈവം ഇരയും നൽകും. നെഞ്ചു തകർന്ന് കരഞ്ഞു പറഞ്ഞമ്മ, ഉണ്ണിയെ പാലൂട്ടാൻ അനുവദിക്കൂ. ശില പോലെ കുറച്ച വരരുചിയോ ആരോധനം ഒന്നും കേട്ടതില്ല. 11 പെറ്റിട്ടും ഒന്നിനെ പോലും പാലൂട്ടാനാകാത്ത പറയിപ്പെണ്ണ്. 12ാം ഉണ്ണിക്ക് വായില്ല എന്ന് കള്ളം പറഞ്ഞു കാന്തനോട്. നെഞ്ചോട് ചേർത്തു പാലൂട്ടാൻ നോക്കവേ ഞെട്ടിത്തരിച്ചുപോയി പഞ്ചമി. 12ാം ഉണ്ണിക്ക് വായില്ല. രണ്ടു പെറ്റിട്ടും ഒന്നിനെ പോലും പാലൂട്ടാനാവാത്തൊരമ്മ. 12 മക്കളെ പെറ്റൊരമ്മ. അവൾ പന്തീരു കുലത്തിനെ പെറ്റൊരമ്മ. അവൾ പന്തീരു കുലത്തിനെ പെറ്റൊരമ്മ. അവൾ പന്തീരു കുലത്തിനെ